Hello friends, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് അപ്പമാണ്. അരിയൊന്നും നേരത്തെ അരച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല പഞ്ഞ് പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം ഞാൻ കുറേ ഷോർട്സ് വീഡിയോ എല്ലാ ദിവസവും തന്നെ ഇടാറുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ടൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഉണ്ടാക്കാനായിട്ട് മിക്സിയിൽ ഒരു വലിയ ജാർ എടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പൊടി കൊണ്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം 1 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം പിന്നീട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളുത്തരിയുടെ റൈസാണ്. അപ്പം നമ്മൾ കുത്തരിയുടെ ചോറ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ കുത്തരി ചോറ് ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പത്തിന് അധികം വൈറ്റ് കളർ കിട്ടില്ല. അപ്പോൾ വെള്ളച്ചോറ് ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ചോറിന് പകരമായിട്ട് നമുക്ക് വെളുത്ത കനം കുറഞ്ഞ അവല് കുതിർത്തിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെരുവിയതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വല്പം ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അപ്പം നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ തിളച്ച വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈസ്റ്റ് പെട്ടെന്ന് ഫെർമനന്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി മിക്സി മൂടി ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ അപ്പത്തിന്റെ ബാറ്റർ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മൊത്തം 1.5 കപ്പ് വെള്ളമാണ് ഇത് അരക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നല്ല പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമാണ്. ചില പൊടിക്കാണെങ്കിൽ വെള്ളം കൂടുതൽ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്പൂണോ വിസ്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ടാണെങ്കിലും മാവ് കുറച്ചു നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ യോജിപ്പിക്കണം. എയർ ബബിൾസ് ഒക്കെ വരുന്നവരൊന്ന് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാനൊന്ന് മൂടി ഒരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഈ ബൗള് നമ്മൾ കുറച്ച് ചൂട് കിട്ടുന്ന എവിടെയെങ്കിലും എടുത്ത് വെക്കണം. കബഡിന്റെ അകത്തോ അല്ലെങ്കിൽ ഒരു കാസറോളിന്റെ അകത്തോ. ഞാനിത് മൈക്രോവേവിന്റെ അകത്താണ് 1/2 മണിക്കൂർ വെക്കുന്നത്. ചൂട് കിട്ടുന്ന സ്ഥലത്ത് വെക്കുമ്പോഴത്തേക്കും മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടും. ഇപ്പോൾ മാവ് മൂടി വെച്ചിട്ട് 1/2 മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമുക്ക് തുറന്ന് ഇളക്കി നോക്കാം. അപ്പോൾ മാവ് പാകത്തിനെല്ലാം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. പാൻ പാകത്തിന് ചൂടായിട്ട് വേണം നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. നല്ല ഓവറായിട്ട് ചൂടാകാനും പാടില്ല. ഇതിലേക്ക് 2 ചെറിയ തവി മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ചിട്ട് നമ്മൾ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് പാനിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ അപ്പത്തിൻ്റെ പുറത്ത് ബബിൾസ് പോലെ വന്ന് ഇതുപോലെ ചെറിയ ചെറിയ ഹോള് പോലെ വരുന്നത് കാണാം. ഇപ്പം അപ്പത്തിൻ്റെ പുറത്ത് നിറച്ച് ഇതുപോലെ ഹോളുകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ മൂടി വെച്ച് അപ്പം കുക്ക് ചെയ്തെടുക്കണം. പാൻ മൂടി വെച്ച് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി 2-3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാൻ്റെ മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ അപ്പം പാകമായി വന്നിട്ടുണ്ട്. നമ്മളിത് തിരിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അപ്പം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയുമായി നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഈ അപ്പം നമുക്ക് മുട്ടക്കറി, ബീഫ് കറി, വെജിറ്റബിൾ കറി ഇവരുടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.